അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റമളാനിലെ പുണ്യരാത്രി 27-ാം രാവ് നമ്മിലേക്ക് ആഗതമാവാൻ പോകുന്നു. ഇന്ന് രാത്രിയാണ് പരിശുദ്ധ 27-ാം രാവ്. ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നു 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശുദ്ധ ഖുർആനിൽ നിന്ന് കണ്ടെത്തിയ കണക്ക് അനുസരിച്ച് 27-ാമത്തെ രാവിലാണ് ലൈലത്തുൽ ഖദർ സംഭവിക്കുക. ലൈലത്തുൽ ഖദർ സംബന്ധമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ സ്വഹാബികളോട് 27-ാം രാവിൽ ലൈലത്തുൽ ഖദർ സംഭവിക്കും എന്ന് സൂചിപ്പിക്കും തരത്തിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട്, നിങ്ങൾ 27-ാം രാവിൽ ലൈലത്തുൽ ഖദർ കാത്തിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി നബിയോട് ചോദിച്ചു, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത് നബിയെ? നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അർത്ഥം പറയാം, അല്ലാഹുമ്മ ഇന്നക അഫൂൻ, അല്ലാഹുവേ നീ കൂടുതൽ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ മാപ്പ് നൽകാൻ ഏറെ ഇഷ്ടപ്പെടുന്നവനുമാണ്, ഫഅഫു അന്നി അതിനാൽ എനിക്കും മാപ്പ് നൽകണേ നാഥാ എന്നാണ് ഈ ദിക്റിന്റെ അർത്ഥം. എല്ലാവരും പതിവാക്കുക. പ്രിയപ്പെട്ടവരെ, എന്റെ ഉസ്താദിന്റെ കടത്തിന്റെ കാര്യം ആരും മറന്നു പോകരുത്. ഇനിയും ഒരുപാട് സഹായം കിട്ടേണ്ടതുണ്ട്. എല്ലാവരും മനസ്സറിഞ്ഞ് നല്ല നിയ്യത്തോടെ ഉസ്താദിന്റെ കടം ഏറ്റെടുക്കണമെന്ന് അറിയിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.